ഹലോ, എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് 2 തരത്തിലുള്ള സാൻഡ്വിച്ചാണ്. ഒരു നോൺ വെജും ഒരു വെജ് സാൻഡ്വിച്ചും. രണ്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചുകളാണ്. ഒന്ന് മുട്ട കൊണ്ടും ഒന്ന് തേങ്ങയും മല്ലിയിലയും ഒക്കെ കൂടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചുമാണ്. രണ്ടും വളരെ ടേസ്റ്റിയാണ്. ചിലർ ബ്രെഡിൻ്റെ സൈഡ് മുറിക്കാതെ തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ സൈഡ് മുറിച്ച് കളഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുട്ട എടുത്ത് പുഴുങ്ങുക. അതിൻ്റെ ഉണ്ണിയും വെള്ളയും വേറെ ആക്കിയിട്ട് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് കട്ട ഉടയ്ക്കുക. ചെറിയ കട്ടകളൊന്നും കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് നല്ല ക്രീമി ആയിട്ട് വരുന്നത് നന്നായിട്ട് ഉടച്ച് കഴിയുമ്പോഴാണ്. അതുപോലെ മുട്ടയുടെ വെള്ളയും കുഞ്ഞായിട്ട് ഈ കാണിച്ചിരിക്കുന്നത് പോലെ കുഞ്ഞായിട്ട് മുറിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്നിച്ച് യോജിപ്പിച്ച ശേഷം മയണീസും ഉപ്പ്, പെപ്പർ പൗഡർ എല്ലാം ഒന്നിച്ചാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിനിടയിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ള അരിഞ്ഞതും മുട്ടയുടെ ഉണ്ണി പൊടിച്ചതും ഒന്നിച്ചാക്കി മയണീസ് ആവശ്യത്തിനുള്ളത് ഇടുകയാണ്. ആദ്യം ഇട്ടപ്പോൾ ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി ഇടുന്നു. ഇത് ക്യാപ്സിക്കം കുഞ്ഞായിട്ട് മുറിച്ചതാണ്. പിന്നെ ഉള്ളിയും വളരെ ചെറുതായിട്ട് മുറിച്ചത്, അല്ലെ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചതിട്ടു. കുരുമുളക് പൊടി ഇട്ടു, ഉപ്പിട്ടതേ എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ മയണീസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഏറ്റവും അവസാനമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് മയണീസിൻ്റെ ഒക്കെ റെസിപ്പി നമുക്ക് പിന്നെ കാണിക്കാം. ഇതിലിപ്പം എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ മയണീസിൻ്റെ റെസിപ്പി ചേർക്കാത്തത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യാം. ഇതിന് പകരം ഹെൽത്തിയർ ഓപ്ഷനായിട്ട് ഗ്രീക്ക് യോഗർട്ട്, ഹണി മസ്റ്റർഡ്, ഒലിവ് ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും. അപ്പോൾ ഇത് നന്നായിട്ട് ഫില്ല് ചെയ്യുക. സാൻഡ്വിച്ചിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രെഡിൻ്റെ ടേസ്റ്റ് അറിയരുത് എന്നുള്ളതാണ് ശരിക്കും പറയുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റും ബ്രെഡിൻ്റെ ടേസ്റ്റും ഒന്നുപോലെ എനിക്കത് അറിയുന്നതാണ് എനിക്കിഷ്ടം. ഇത് നന്നായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2ആയിട്ടോ 4ആയിട്ടോ മുറിച്ച് നമുക്ക് ഉപയോഗിക്കാം. വേണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ മുറിക്കാം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രയാങ്കിളായിട്ട് മുറിക്കാം. എന്നിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് സാൻഡ്വിച്ച് സ്കൂളിൽ കൊണ്ടുപോകാനും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ കഴിക്കാനും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ സാൻഡ്വിച്ച്. അത് പല രീതിയിലുള്ള സാൻഡ്വിച്ച് ഉണ്ട്. അത് ഓരോന്നും ഞാൻ പെരിയെ ഈ 2 എണ്ണം വെച്ചിട്ട് കാണിക്കാം. ഒരു വെജും ഒരു നോൺ വെജുമായിട്ട് ഞാൻ ഒരു കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം കാണിക്കാം. അപ്പം നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നി സാൻഡ്വിച്ചാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, സൈഡിൽ നിന്ന് മുറിച്ച പീസസ് എല്ലാം കൂടെ ഞാൻ മാറ്റി വെക്കും. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മൾ തേങ്ങ ഇട്ടു, നല്ലതായിട്ട് മല്ലിയില ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് മുറിച്ചതിട്ടു. ഇഞ്ചി ഒന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞിടണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫുൾ അടിയാതെ വരും. ഉപ്പ് വിട്ടു. ഇത്രയും ഒരുമിച്ച് നമ്മൾ പിന്നെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ദേ കണ്ടല്ലോ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മയണീസ് ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ബട്ടർ ചേർക്കുക. ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കുക. ഉപ്പുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓരോ ബ്രാൻഡിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ കൂടിപ്പോകും. അതുകൊണ്ട് ചട്നി അരയ്ക്കുമ്പോൾ ഉപ്പിടണം എന്നില്ല. പക്ഷേ ഇതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പോൾ ബട്ടർ കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കുറച്ചും കൂടെ ബട്ടർ ചേർത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. കാരണം മയണീസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ബട്ടറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാനും പറ്റും. നമ്മൾ മയണീസ് യൂസ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ സ്ലൈസിലും ചെറുതായിട്ടൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഒരു നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ആ ബ്രെഡ് മുറിച്ചതിനെ പറ്റി പറഞ്ഞല്ലോ. ബ്രെഡിൻ്റെ സൈഡ് മുറിച്ചത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് റസ്കിൻ്റെ പൊടിക്ക് പകരമായിട്ട് റസ്ക് മേടിക്കാതെ അത് പൊടിച്ചുപയോഗിക്കാം. അല്ലെങ്കിൽ അത് നമ്മൾ മാറ്റി ഒരു പാത്രത്തിനകത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പച്ചയായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നതിലും ഇത് വെറും സാധാരണ പച്ചറൊട്ടി പൊടിച്ച് നമ്മൾ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ക്രിസ്പിയാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇങ്ങനെ സൈഡ് കട്ട് ചെയ്യുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് കട്ട്ലറ്റ് മുക്കാനായിട്ട് മിക്കവാറും എടുക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 6 പീസ് ബ്രെഡ് കൊണ്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാവും. ഇത്രയധികം ചട്നി വെക്കാതിരിക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ മുട്ട കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് 4 പീസ് ബ്രെഡിൻ്റെ അളവിനുള്ളത് കറക്റ്റ് ആയിരിക്കും, ഒരുപാട് ഫില്ലിംഗ് ഇല്ലെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല എന്നറിയാം. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.